ഈ തലമുറയിൽ നിങ്ങൾ പണിയുവിൻ. എന്തു പണിയുക? വിശ്വാസത്തെ പണിയുക. വിശ്വാസം പടുത്തുയർത്തുക. അത് മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസരാഹിത്യത്തിൻ്റെ പുതപ്പ് കൊണ്ട് ഈ തലമുറയെ പിശാച് പുതപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരായി നമ്മൾ മാറുവാൻ ഈ കാലഘട്ടത്തിൻ്റെ ഫെയ്ത്ത് ബിൽഡേഴ്സായി ആത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ആ വിളിയോട് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് പറ്റും? ഐ ആം റെഡി ലോർഡ്. കർത്താവേ, അങ്ങ് നൽകുന്ന ഈ ദൗത്യത്തോട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, ദേശങ്ങളിൽ, ജനതകളിൽ, രാജ്യങ്ങളിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു ഫെയ്ത്ത് ബിൽഡറായി അവിടുത്തെ കരങ്ങളിൽ മാറുവാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് സമർപ്പണത്തോടെ പറയുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? നിങ്ങൾ തുടങ്ങുക, നിങ്ങൾ പണിയുക, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിൻ്റെ ഈ ആലോചന തിരിച്ചറിഞ്ഞ് ഈ തലമുറയിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഒരു ജീവിതമായി നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ 100 സ്റ്റെപ്പുകൾ നമുക്ക് വേണ്ടി കർത്താവ് വയ്ക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ദിനംതോറും അത് കണ്ടുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തത, നമ്മോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ പരിപാലന, നമ്മോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ആ മഹത്വം, ഗ്ലോറി, അതെത്ര ശക്തമാണ് സഹോദരങ്ങളെ. പ്രസംഗിക്കാൻ വേണ്ടി ഞാനൊരു വിഷയം പറയല്ല. ദിനംതോറും ഇപ്രകാരം പരിപാലിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത അത് മാറ്റമില്ലാത്തതാണ്. അത് നിത്യം നിലനിൽക്കുന്ന വിശ്വസ്തതയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. നിങ്ങൾ പണിയുക, വിശ്വാസത്തെ പണിയുക. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, കഴിഞ്ഞ ദിനങ്ങളിൽ പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ തലമുറയുടെ പ്രത്യേകത? 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ എന്താണ് യേശു പറഞ്ഞത്? കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന, വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ലൈംഗിക അരാജകത്വങ്ങളും, വഴിപ്പെട്ട പാപമ്ലേച്ഛതകളും, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളും, വിവിധങ്ങളെ അനുസരണക്കേടുകളും, എല്ലാവിധത്തിലുള്ള ദുഷിപ്പും, അതുപോലെ തന്നെ വക്രതയും. എന്താണ് ഇതിൻ്റെ അടയാളം? നോ ഫെയ്ത്ത്. വിശ്വാസമില്ലാത്തതിൻ്റെ, വിശ്വാസ തകർച്ചയുടെ അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഇത് കർത്താവിൻ്റെ പ്രവചന വാക്ക സഹോദരങ്ങളെ. അത് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. വീണ്ടും യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ. ഇവിടെയാണ് നമ്മുടെ ദൗത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതാണല്ല സഹോദരൻ. കർത്താവ് ദാനമായി തന്ന ഈ ജീവിതം എൻ്റെ കർത്താവിനായി പ്രയോജനപ്പെടുന്ന ജീവിതമായി മാറണം. ആ ജീവിതത്തിന് മാത്രമാണ് നിത്യതയിൽ പ്രതിഫലം ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് സുപ്രീം പ്രയോറിറ്റി കർത്താവായിരിക്കണം. അവിടുത്തെ സത്യവചനങ്ങളായിരിക്കണം. വിശ്വാസത്തിൻ്റെ ഒരു തലമുറയെ കർത്താവിന് സഭയ്ക്കുമായി രൂപപ്പെടുത്തുവാനുള്ള നമ്മുടെ പ്രതിബദ്ധത നമ്മൾ അറിയാതെ പോകരുത്. വിശ്വാസമില്ലാത്ത വഴിപിഴയ്ക്കുന്ന ഈ തലമുറയിൽ വിശ്വാസത്തെ പണിയുന്നവരായി നമ്മെ കർത്താവ് വിളിക്കുകയാണ്.
ഈ വിളിയോട് യെസ് പറയണം സഹോദരങ്ങളെ. അതിനുവേണ്ടി എന്ത് ത്യാഗമെടുക്കാനും സഹിക്കാനും കഷ്ടപ്പെടുവാനും കഠിനമായി അധ്വാനിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒരു യാഗമായി സമർപ്പിക്കുവാനുമുള്ള ഒരു തീരുമാനവും പ്രതിബദ്ധതയുമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറെ വചനങ്ങൾ കേട്ടു പോകാനാണോ ഈ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. നമ്മളൊരു തീരുമാനത്തിലേക്ക്, ഒരു സമർപ്പണത്തിലേക്ക് വരണം. യെസ് ലോർഡ്, വി ആർ റെഡി ലോർഡ്. കർത്താവേ, ഞങ്ങൾ തയ്യാറാണ് ഈ തലമുറയിൽ വിശ്വാസത്തെ പടുത്തുയർത്തുവാൻ.